ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് ഡെലിവറിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ജബ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുട്ടിയുടുപ്പുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ബട്ടൺസ് ഉള്ള ടൈപ്പായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ സാധാ കെട്ടുടുപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കെട്ടുള്ള ടൈപ്പ് ഉടുപ്പായിരിക്കും ബെറ്ററായിട്ട് തോന്നുന്നത് കേട്ടോ. ഈ വാവകൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത്. ഇത് ഞാൻ വൈറ്റ് കളറുള്ളൊരു 3 ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ച അതേ സെയിം സാധനം തന്നെ കളറുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 കളറുള്ള ഉടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ബട്ടൺസ് ഉള്ള ടൈപ്പ് തന്നെയായിരുന്നു ഈ വാങ്ങിയത്. പക്ഷേ നോട്ട് ദ പോയിൻറ്റ്, നമുക്ക് കെട്ടുടുപ്പായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു റോംബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു സൈസ് വലുതായിപ്പോയി. മാവയ്ക്ക് ഇത്രയും വലുത് വേണ്ടായിരുന്നു. നമുക്ക് കുറച്ചൊരു 2-3 മാസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസായിപ്പോയി ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നീട് ഞാൻ വാങ്ങിച്ച വേറൊരു സാധനമാണ് ഈ ഒരു വെറ്റ് വൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയൻ്റെ വെറ്റ് വൈപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ യൂസായി. ആ 24 വൈപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറെ വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. 2-3 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ലങ്കോട്ടി എന്ന് തന്നെയാണോ പറയാമെന്നറിയില്ല എല്ലായിടത്തും. ഞങ്ങൾ ലങ്കോട്ടി എന്നാണ് പറയുക. ഇത് നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനമാണ് ഈ ഒരു ക്യാപ്പും മിറ്റൻസൊക്കെ ഇല്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ യൂസായി. വാവിനെ എപ്പോഴും കവർ ചെയ്തൊക്കെ വെക്കണമല്ലോ, അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ. പിന്നെയും കുറേ വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു പാമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു. പിന്നെയുള്ള ഈ ഒരു തോർത്തുണ്ടല്ലോ, നമ്മൾ വാവനെ തുടയ്ക്കാനൊക്കെ നനച്ച് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു തോർത്ത് കൊണ്ട് കേട്ടോ. അങ്ങനെ അതും അത്യാവശ്യം ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. പിന്നീട് വാങ്ങിച്ച സാധനമാണ് ഈ ഒരു ടർക്കി. നമ്മൾ വാവേനെ കവർ ചെയ്ത് വെക്കണമല്ലോ, വാവയ്ക്ക് ചൂട് കിട്ടണമല്ലോ എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടർക്കി എന്ന് പറഞ്ഞാൽ. ഈ ഒരു വൈറ്റ് ടർക്കിയായിരുന്നു ഞാൻ വാവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തായാലും ടർക്കീൻ്റെ യൂസും പറയേണ്ട കാര്യമില്ല, നല്ലപോലെ ആവശ്യം വരുന്ന സാധനമാണ്. ഞാൻ ആകെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 3 ഒരു വൈറ്റും അല്ലാതെ 2 കളറുള്ളതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പോരായിരുന്നു. വീണ്ടും ഞങ്ങൾ കുറേ എണ്ണം വാങ്ങിക്കേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതേപോലെ വാങ്ങിച്ച സാധനമാണ് ഈ ഒരു ഡ്രൈ ഷീറ്റ്. യൂറിനൊക്കെ ബെഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലപോലെ യൂസ് ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ എന്തായാലും വാവകളൊക്കെ വരുന്ന സമയത്ത് കോട്ടൻ്റെ ഈ വൈറ്റ് ക്ലോത്ത് അറിയാമല്ലോ, അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വേണ്ടത് ഈ ഒരു വൈറ്റ് ഡ്രസ്സായിരുന്നു. ഈ മല്ലിൻ്റെ വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, ബട്ടൺസുള്ള ടൈപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വരുന്ന സമയത്തൊക്കെ ഈ ഒരു വൈറ്റ് ഡ്രസ്സായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ല ആവശ്യമുള്ളതായിരുന്നു. ഒരു 3 പെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എനിക്കത്ര യൂസായിട്ട് തോന്നാത്തൊരു സാധനമാണ് ഈ ഒരു മെറ്റേണിറ്റി പാഡും ഫിക്സേറ്ററും. എൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് എനിക്കത്ര യൂസായിട്ട് വന്നില്ല. ഞാൻ നമുക്കൊരു കംഫർട്ടബിൾ അല്ലായിരുന്നു ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലും നല്ലത് നമ്മുടെ സാധാ ഈ ഒരു നോർമൽ പാഡ് വരുന്നുണ്ടല്ലോ, നമ്മുടെ സാധാ നോർമൽ വിസ്പറിൻ്റെ എക്സൽ സൈസിലുള്ള ഈ ഒരു പാഡ് കുറച്ചുകൂടിയൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളത് ഈ ഒരു പാഡായിരുന്നു കേട്ടോ. പിന്നീട് മെറ്റേണിറ്റി ബ്രാ, അതും നല്ല യൂസാണ്. ഫീഡ് ചെയ്യുന്ന സമയത്ത് കുറേ എണ്ണം ഞാൻ പിന്നെയും വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ പറയുന്നത് ഈ ഒരു ഓപ്പൺ നൈറ്റി അതേപോലെ തന്നെ പുറത്തിടാൻ പറ്റുന്ന ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സും. ഇതെപ്പോഴും ഒരുപാട് യൂസായിട്ടുള്ള 2 സാധനങ്ങളാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് ടവലാണ്. അവയ്ക്ക് ഫേസൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അത്ര നല്ലതായിട്ട് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ബേബി നെറ്റ് ബെഡ്, നമ്മൾ മുകളിൽ നെറ്റ് കവർ ചെയ്യുന്ന വരുന്നതാണ്. കൊതുകൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ച വേറൊരു സാധനം സെയിം ഒരു ബേബി നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെയിം കളറിലുള്ള വാങ്ങിച്ച. ഇത് ഞങ്ങൾക്ക് നല്ല യൂസായി. വാവ ഇതിൽ തന്നെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് ഫുള്ളായിട്ട് കേട്ടോ. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ വീഡിയോ കണ്ടിട്ടും പിന്നെ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചതൊക്കെ. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ യൂസായി, കുറച്ചൊന്നും യൂസായില്ല. അപ്പോൾ നോക്കിയൊക്കെ ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു.